ഹലാലായ നമ്മുടെ ഏത് ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിത്തരുമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഏത് ഹലാലായ ആവശ്യമുണ്ടോ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന്, വളരെ എളുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആഗ്രഹങ്ങൾ സഫലമാക്കി തരാൻ കാരണമാകുന്ന സുന്ദരമായ ഒരു വഴിയുണ്ട്. ഏതാണ് ആ വഴി എന്നറിയോ? അള്ളാഹുവിൻ്റെ പുണ്യമാക്കപ്പെട്ട നാമങ്ങൾ പറയുന്ന അസ്മാ ഉൽ ഹുസ്ന. ഈ അസ്മാ ഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾ ആഗ്രഹ സഫലീകരണത്തിന് വളരെ ഉതകുന്നതാണ് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ, ഉപജീവന മാർഗം വിശാലമായി കിട്ടാൻ, ഉപജീവന മാർഗത്തിൽ ബറക്കത്ത് ലഭിക്കാൻ, ഇങ്ങനെയുള്ള മുഴുവൻ നല്ല നല്ല കാര്യങ്ങളും കൃത്യമായ റാഹത്തിലായിട്ട് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ വീട് പണി നടക്കുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, പലിശയിൽ പെട്ടുപോയവരുണ്ട്, ലോണിൽ കുടുങ്ങിപ്പോയവരുണ്ട്. ഇങ്ങനെ അടങ്ങുന്ന പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ പേറി നടക്കുന്നവരുണ്ട്. ഈ ആഗ്രഹം ഒന്ന് നടന്നു കിട്ടണം ഉസ്താദേ എന്നും മനസ്സിനകത്ത് കൊതിയോടെ കാത്തിരിക്കുന്നവർക്ക്, പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻഷാ അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അവൻ്റെ അസ്മാ ഉൽ ഹുസ്ന നമ്മൾ ഓതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കാൻ പോവാണ്. ഏതൊക്കെയാണ് അസ്മാ ഉൽ ഹുസ്ന, ഏതൊക്കെയാണ് അസ്മാ ഉൽ ഹുസ്നയുടെ അർത്ഥങ്ങൾ, ഏതൊക്കെ ഇസ്മുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്, എല്ലാം കൃത്യമായിട്ട് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുക, അത് മറന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഏതാവശ്യവും നമ്മുടെ കമൻറ്റ് സെക്ഷനുകളിൽ അറിയിക്കണം. അള്ളാഹു പരിപൂർണമായും നമ്മയൊക്കെയും സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെയും അവൻ്റെ യഥാർത്ഥ ഇഷ്ടദാസന്മാരുടെയും ദാസിമാരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെയും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ പേറി നടക്കുന്നവരാണ് ഇല്ലേ? വീട് പണി നടക്കുന്നുണ്ട് ഉസ്താദെ, അതുപോലെ തന്നെ മക്കളില്ല ഉസ്താദെ ദുആ ചെയ്യണേ, ജോലി കിട്ടുന്നില്ല ഉസ്താദെ ദുആ ചെയ്യണേ. ഇങ്ങനെ അടങ്ങുന്ന ഒരുപാട് വസിയത്തുകൾ നമ്മൾ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഉറപ്പായിട്ടും നമ്മളുടെ ഏത് ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരാൻ പോവാൻ. ഈ പറയാൻ പോകുന്ന കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ആദ്യം ഈ വീഡിയോ കാണുന്നവരോട് സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഇത് എഫക്റ്റ് ചെയ്യണമെങ്കിൽ, ഈ പറയാൻ പോകുന്ന ടിപ്സ് ജീവിതത്തിൽ ഇത് എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഫർളായ കർമ്മങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കണം. അതൊരു വലിയ നിബന്ധനയാണ്. നിസ്കാരം മറന്നുപോരുത്. നമസ്കാരം ചെറിയ വിഷയമല്ല. നിസ്കാരം ഒരു കാരണവശാലും നിസ്കാരത്തിൽ നിന്ന് മാറിപ്പോവുകയേ ചെയ്യരുത്. ഒരു വഖത്ത് പോലും ഖളാക്കരുത്. പ്രത്യേകിച്ച് സുബഹി, അത് ബറക്കത്താണ്. ആ സുബഹി ഒരു കാരണവശാലും നമ്മൾ ഒഴിവാക്കി കളയാൻ പാടില്ല. അങ്ങനെ നമസ്കാരമുള്ള നല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്യണം. ഒന്നാമത്തെ കാര്യം എനിക്ക് അതാ പറയുള്ളൂ. അള്ളാഹുവിനോട് നിരന്തരമായി നമ്മുടെ ആവശ്യങ്ങൾ ദുആ ചെയ്യും. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിൻ ദുആ ചെയ്യുന്നതും നോക്കിയിരിക്കുകയാണ് എന്നാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പറയാൻ പോകുന്ന 3 ഇസ്മുകളുണ്ട്. ഈ 3 ഇസ്മുകൾ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഒന്നാമത്തെ ഇസ്മു ഏതാണെന്ന് അറിയാമോ? യാ വഹാബു യാ അല്ലാഹ്. ഇതിന് കൃത്യമായൊരു എണ്ണം ഒന്നും പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നിങ്ങൾ ചൊല്ലുക. ദിവസം ഒരു 100 തവണയെങ്കിലും അങ്ങനെ, 1000 തവണയെങ്കിലും അങ്ങനെ, എത്രയാണോ കഴിയുന്നത്, എത്രത്തോളം ചൊല്ലാൻ കഴിയും അത്രത്തോളം മഹത്വം അത് അധികരിച്ചുകൊണ്ടിരിക്കും. അത് വേറെ വിഷയം. പക്ഷേ ഇത് കൃത്യമായൊരു എണ്ണമില്ലാതെ യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, എന്താ അർത്ഥം പ്രിയപ്പെട്ടവരെ? ധാരാളമായി ദാനങ്ങൾ നൽകുന്നവൻ, ധാരാളമായി ദാനങ്ങൾ നൽകുന്നവൻ. മനസ്സിലായാലേ? ഉപജീവനം, വീട്, സമ്പത്ത്, സന്താനങ്ങൾ തുടങ്ങിയ അനുഗ്രഹങ്ങൾക്ക് യാ വഹാബു യാ അല്ലാഹ്. മനസ്സിലാകുന്നുണ്ടോ? സുന്ദരമായൊരു ഇസ്മാണ് യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബു യാ അല്ലാഹ്, യാ വഹാബ് യാ അല്ലാഹ്. എത്ര എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലാൻ കഴിയും. പക്ഷെ നമ്മളൊന്നും അത്
ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒന്നാമത്തെ ഇസ്മ നമ്മൾ പഠിച്ചു ഏതാണ്? യാ വഹാബു യാ അള്ളാഹ്. അതുപോലെ രണ്ടാമത്തെ ഇസ്മ എന്ന് പറയുന്നത് നമ്മൾ തന്നെ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇസ്മാണ്. എന്നാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഉൾപ്പെടുത്തണമെന്ന് തോന്നിയ കാരണം അത്രയും മഹത്വമുണ്ട് ആ ഇസ്മിന്. ഏതാണ് ആ ഇസ്മ? യാ ഫത്താഹു യാ അള്ളാഹ്, യാ ഫത്താഹു യാ അള്ളാഹ്, യാ ഫത്താഹു യാ അള്ളാഹ്. എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാ അടഞ്ഞ വാതിലുകളുണ്ടല്ലോ അതെല്ലാം അള്ളാഹു തആല തുറന്നു തരും. വിജയം അള്ളാഹു തആല തരും. എല്ലാം തുറന്ന് വിശാലമാക്കിയിട്ട് തരുന്നവനാണ് അള്ളാഹു തആല. യാ ഫത്താഹു യാ അള്ളാഹ്. എല്ലാ തടസ്സങ്ങളും നീങ്ങാൻ, ജീവിതത്തിൻ്റെ മുഴുവൻ തടസ്സങ്ങളും പ്രിയപ്പെട്ടവരെ ഈ ഒരു ഇസ്മ ജീവിതത്തിൽ കൊണ്ടുവരുന്നതോടുകൂടി അള്ളാഹു തആല പരിപൂർണമായും എന്ത് ചെയ്തു തരും? തടസ്സങ്ങൾ മുഴുവനും മാറ്റിത്തരുന്നതാണ്. അങ്ങനെ രണ്ട് ഇസ്മുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തത് യാ വഹാബു യാ അള്ളാഹ്. രണ്ടാമത്തെ ഇസ്മ എന്ന് പറയുന്നത് യാ ഫത്താഹു യാ അള്ളാഹ്. മൂന്നാമത്തെ ഇസ്മ യാ റസാഖു യാ അള്ളാഹ് എന്നുള്ളതാണ്. യാ റസാഖു യാ അള്ളാഹ്. എന്താണ് യാ റസാഖു യാ അള്ളാഹ്? ഉപജീവനം നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ. എന്താ റിസ്ക് പ്രിയപ്പെട്ടവരെ? നമ്മൾ റിസ്ക് 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 എന്ന് എപ്പോഴും പറയാറുണ്ടല്ലോ. എന്താണ് റിസ്ക്? ഭക്ഷണം മാത്രമാണോ റിസ്ക്? അല്ല. നമുക്ക് ലഭിക്കുന്ന സമ്പത്ത് റിസ്ക്കാണ്, ജോലി റിസ്ക്കാണ്, മക്കൾ റിസ്ക്കാണ്, വാഹനങ്ങൾ, വീട്, നമ്മുടെ ജീവിതത്തിന്റെ സുഖ സൗകര്യ ഉപാധികൾ, ഇതിനെ റിസ്ക് എന്ന് പറയാം. ആ റിസ്ക് വിശാലമായി കിട്ടിയാൽ പിന്നീട് നമ്മുടെ ജീവിതം തന്നെ സന്തോഷമുള്ള ജീവിതമായി മാറും. അതാണ് അതിൻ്റെ ഗുണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതം തന്നെ സന്തോഷത്തിന്റെ ജീവിതമായിട്ട് മാറും. അള്ളാഹു അങ്ങനെ സന്തോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ 3 ഇസ്മുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഇസ്മ യാ വഹാബു യാ അള്ളാഹ്. രണ്ടാമത്തെ ഇസ്മ യാ യാ ഫത്താഹു യാ അള്ളാഹ്. മൂന്നാമത്തെ ഇസ്മ യാ റസാഖു യാ അള്ളാഹ്. ഈ 3 ഇസ്മുകളും ജീവിതത്തിൽ ധാരാളമായിട്ട് ചൊല്ലുക. അസ്മാഉൽ ഹുസ്ന മുഴുവനും ചൊല്ലൽ നല്ലതാണ്, അതൊരു സംശയമില്ലാത്ത കാര്യമാണല്ലോ. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് ചൊല്ലുക. ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല മാറ്റിത്തരും. ഹലാലായ ഏതാഗ്രഹവും അല്ലാഹു തആല സഫലമാക്കി തരും. ഏത് വിഷമങ്ങൾക്കും, അത് പ്രശ്നങ്ങൾക്കും, അത് പ്രതിസന്ധികൾക്കും അത് പരിഹാരമാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് ജീവിതത്തിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഇസ്മുകൾ ജീവിതത്തിൽ ഉറപ്പോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഉറപ്പ് വേണം. അള്ളാഹുവിൽ ഏറ്റവും ഉറപ്പിച്ചുള്ള പ്രതീക്ഷ നമുക്ക് ഓരോരുത്തർക്കും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് വിജയം കൈവരിക്കാൻ അവിടെ കഴിയുള്ളൂ. അള്ളാഹു തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എല്ലാവിധ സന്തോഷവും സമാധാനവും സംതൃപ്തിയും നൽകാൻ അള്ളാഹു നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേരാണ് നമ്മുടെ കമന്റ് സെക്ഷനുകൾ എടുത്തു വെച്ച് നോക്കിയാൽ വിഷമങ്ങൾ അത് കാണുമ്പോൾ അറിയാതെ മനസ്സൊന്ന് നൊന്തു പോകാറുണ്ട്. കാരണം അള്ളാഹുവേ, എന്തുമാത്രം വിഷമങ്ങളാണ് ഓരോ ആളുകൾക്കും ഉള്ളത് എന്നും അങ്ങനെ ആലോചിച്ചിട്ട് ഒരു വല്ലാത്ത വിഷമം വരാറുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉറപ്പായും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് കൊടുക്കട്ടെ. സന്തോഷമുള്ള, സമാധാനമുള്ള, സംതൃപ്തി നിറഞ്ഞ കുടുംബജീവിതം റബ്ബ് തആല അവർക്കൊക്കെയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നല്ലതുപോലെ ഇരുന്ന് ദുആ ചെയ്യണം. സുബഹിക്ക് ശേഷമുള്ള സമയത്ത് ദുആ ചെയ്യണം. മഗ്രിബിന് ശേഷമുള്ള സമയത്ത് ദുആ ചെയ്യണം. കഴിയുമെങ്കിൽ 5 വഖത്ത് ഫർള് നിസ്കാരത്തിന് ശേഷം നമ്മൾ ദുആ ചെയ്യണം. ഈ ദുആ ചെയ്യൽ വളരെ പുണ്യമാണ്. അല്ലാഹു തആല നമ്മുടെ വിഷമങ്ങൾ അതിലൂടെ മാറ്റിത്തരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ചോദിച്ച കാര്യം അല്ലാഹു തആല നടത്തി തരുന്നില്ല എങ്കിൽ പോലും, ചിലപ്പോൾ നമ്മളെല്ലാം ചോദിച്ച അല്ലാഹു തആല എല്ലാം അങ്ങ് നടത്തി തന്നുകൊള്ളണമെന്നില്ല. നേരെ മറിച്ച് അത് പല രീതിയിലാണ് അല്ലാഹു തആല മടക്കി തരുന്നത്. വേറെ ഏതെങ്കിലും ഒരു ഖൈറ് നമ്മിലേക്ക് തന്നുകൊണ്ട് അള്ളാഹു ആ ദുആ സ്വീകരിക്കാം. വേറെ എന്തെങ്കിലും ഒരു ഖൈറ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടങ്ങൾ തട്ടി മാറ്റിക്കൊണ്ട് അള്ളാഹു ആ ദുആ സ്വീകരിക്കാം. അല്ലെങ്കിൽ ഒന്നുമില്ല എങ്കിൽ പ്രതിഫലം കിട്ടുമല്ലോ അള്ളാഹ് അടുത്തുനിന്ന്. ഇതിൽ പരം വേറെ ഒന്നും വേണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ മുഴുവനും എല്ലാവിധ ഖൈറും ബറക്കത്തും നിഅമത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.